ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ബസ് എടുക്കാൻ പോകുന്നു. അഷിംബ്രോൻ്റെ ഒരു തട്ടുകട പോലത്തെ അഷിംബ്രോൻ്റെ ഇതാണ് ഗൈസ്. അഷിംബ്രോൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ് എടുക്കുന്നത്. ചെറുതായിട്ട് തട്ടുണ്ട് ഗൈസ്. നമ്മൾ പോകുന്ന ടൊയോട്ട പോർച്ചുഗലിലാണ് ഗൈസ് പോണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകാണ്ട് ഗൈസ്. നമ്മൾ എടുക്കാൻ പോണ ബസ്സിൻ്റെ പേര് എനിക്ക് അറിയില്ല. ചെറിയൊരു തട്ടുണ്ട് ഗൈസ് വണ്ടിക്ക്. അതാണ് പ്രശ്നം. ബസ്സുകാരെ പോക്കണേ. അതുപോലെ സ്റ്റിക്കർ വർക്ക് അങ്ങനെയില്ല ഗൈസ്. നെയിം എന്തോ അടിച്ചിട്ടുള്ളൂ. സ്റ്റിക്കർ വർക്കും അങ്ങനെയില്ല. അപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് ഇറക്കി വയ്ക്കും ഗൈസ്. ഈ വീഡിയോ അല്ല, പാർട്ട് 2 ഉണ്ടാവും ഗൈസ്. നമ്മളിതപ്പോൾ ഈ ഓഫ് റോഡ് കൂടെ വണ്ടി ഒന്ന് ഓടിച്ചങ്ങോട്ട് പരിചയമായിട്ടേക്കും നമ്മളെ വണ്ടി ഇറക്കാൻ പോണത് ഗൈസ്. ഇവിടെ എവിടെയോ വരും എന്നാണ് ഗൈസ് നമ്മൾ അഷിംബ്രോ പറഞ്ഞത്. നമുക്കിവിടെ നിന്ന് നോക്കാം ഗൈസ്. നമുക്കിവിടെ നിർത്തിയിട്ട് നോക്കാം. അഷിംബ്രോ ഇപ്പോൾ വരികയായിരിക്കും ഗൈസ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. അഷിംബ്രോ നമ്മൾ വണ്ടി തന്നിട്ട് അഷിംബ്രോ എൻ്റെ ടൊയോട്ടേൻ്റെ വണ്ടി എടുത്തിട്ട് പോയി ഗൈസ്. ബാക്ക് കിടക്കുന്ന സാധനമാണ് നമ്മളെ ബസ്. ഇതിൻ്റെ ബസ്സാണ് ഗൈസ്. സെറ്റ് ബസ്സൊക്കെയാണ് അഷിംബ്രോ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് ഇൻറ്റീരിയർ കണ്ട മക്കളെ. അഷിംബ്രോ കഷ്ടപ്പെട്ട് ലൈറ്റൊക്കെ ചെയ്ത് ഇറക്കിയ ബസ്സാണ് ഗൈസ്. ഇനി ഇത് നമുക്ക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ് കൊടുത്തിട്ടാണ്. ലൈലാൻഡിൻ്റെ ഇതായതുകൊണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ അവിടെ നിന്ന് വണ്ടി എടുക്കാം. വണ്ടിക്ക് തട്ടെന്ന് വെച്ചാൽ ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ കണ്ട ഗൈസ്. അവിടുത്തെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ റൈറ്റ് സൈഡത്തെ ഹെഡ്ലൈറ്റിലാണ് ഗൈസ് പ്രശ്നം വരുന്നത്. ചെറിയ തട്ടാണ്. അതൊക്കെ നമുക്ക് റെഡിയാക്കാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കുടുങ്ങിയോ? അതൊക്കെ നമുക്ക് ബസ് ഇങ്ങനെ എടുത്തിട്ട് പോകാം. നമ്മളിപ്പോൾ പോകാൻ പോണതാ ബസ്സൊന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് ബസ്സൊന്ന് ഓടിച്ച് പരിചയമായിട്ട് നമ്മൾക്കിത് കളറിംഗ് വർക്കിന് അപ്പുറത്ത് നമ്മൾ ഇറങ്ങി വന്നൊരു ബസ്സിൻ്റെ സ്ഥലമില്ലേ, അവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മളെ രാജേട്ടൻ്റെ സ്ഥലമാണ്. രാജേട്ടൻ ഇനി ഇത് പണി കഴിഞ്ഞിട്ട് നമ്മളെ സിറ്റിയിലത്തെ രാജേട്ടൻ്റെ പണി സ്ഥലം അങ്ങോട്ട് കൊണ്ടുപോകും വണ്ടി. നമ്മളിവിടെ ഇപ്പം നമ്മളൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് ബസ് ഓടിക്കുന്നത്. ചെറിയൊരു നോയ്സ് ഉണ്ടാവും. എൻ്റെ അനിയത്തിൻ്റെ ഞങ്ങളൊന്ന് സഹകരിച്ചോളി. ബ്രേക്ക് കുടിക്കും. നല്ല ബ്രേക്കിംഗ് ആണ് എനിക്കതാണ്. പിന്നെ ക്യാബിനിൽ അങ്ങനെ ലൈറ്റ്സ് ഇല്ല. പിന്നെ ഇതിലെന്തോ എഴുതിയിട്ടുണ്ട്. ഈ ഭാഷ എനിക്ക് മനസ്സിലാവുന്നത് കമൻറ്റ് ചെയ്യാം. അവിടെ ഇങ്ങനെ ലൈറ്റിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം താഴ്ന്നിട്ടും. പിന്നെ ഇത് പൊന്തിച്ചിട്ടുണ്ട്. താഴ്ന്നിട്ടൊരു രസമില്ല. പിന്നെ ഉള്ള ജനവാതിൽ മഴ പെയ്ത് നമുക്ക് വൈപ്പറ് നോണാക്കണ്ട. നേരെ ഓടിവിട്ടേക്കാം. ഈ പാടത്തൊന്ന് ചുറ്റിക്കറങ്ങാം, അത്രേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. കേൾക്കില്ലേ? ഈ ഒരു വഴി കൂടെ വീണ്ടും നമ്മൾ ചുറ്റിക്കറങ്ങി നമ്മൾ നേരത്തെ സ്ഥലത്ത് വരും. കാണിച്ചറിയേ. ഇപ്പം നമ്മളവിടെ റോഡ് പണി ഉണ്ട്. ഞാൻ ഈ മാപ്പ് ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ച് നോക്കിയാണ്. വണ്ടി വരുന്നുണ്ട്. അത് വെറുതെ അല്ലോ ലൈറ്റ് അടിച്ച് കാണിച്ചു. ചേട്ടാ വേഗം പോ. ടൂറിസ്റ്റ് ബസ്സായിരുന്നു അത്. പിന്നെ ഗൈസ് ഇതിൻ്റെ എഡിഷൻ നെയിമൊക്കെ മാറ്റിയിട്ട് വണ്ടി പെയിൻ്റ് അടിച്ച് ഇറക്കും ഗൈസ്. പിന്നെ ഞാൻ പറയാൻ വന്നെന്താ, പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. നമുക്ക് AI വീഡിയോ പാർട്ട് 5, 6 ഇതൊക്കെ വരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ പറയുന്ന ഒരു AI വീഡിയോ നമുക്ക് ഉണ്ടാക്കി നോക്കാം ഗൈസ്. ഉണ്ടാക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഗൈസ്, ഉണ്ടാക്കാൻ പറ്റുമോ ഗൈസ്. നമുക്ക് നേരെ പോയി നോക്കാം ഗൈസ്. നേരെ എന്തോ വണ്ടി എങ്ങോട്ടാ കയറ്റി തട്ടി ഗൈസ്. അതൊക്കെ എന്താ പ്രശ്നം? നമ്മളെ രാജേട്ടാ റെഡി ആയിക്കോളും ഗൈസ്. അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ് കാണാൻ നല്ല രസം ഗൈസ്. കാട്ടുകൂടെ. സോറി ബ്രോ ഗൈസ്, കുറച്ച് നോയ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, സോറി. ഉണ്ടായി പോണെയാണ് ഗൈസ്. നമുക്ക്
കുറച്ചും കൂടി വീഡിയോ ലെങ്ത് ആവുന്നുണ്ട്. ഒരു 6 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെയാണ് ഞാൻ നോക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വളച്ചെടുത്തിട്ട് ഇനി വണ്ടീൻ്റെ ഒരു ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. വണ്ടീൻ്റെ ഒരു ഫുൾ ലുക്ക് ഇതാണ് വണ്ടീൻ്റെ ഒരു ഫുൾ ലുക്ക് പറയുകയാണെങ്കിൽ മേലതാ എന്താ എഴുതിയുണ്ട് മനസ്സിലായില്ല. പിന്നെ ബാക്ക് ഭാഗത്ത് അങ്ങനെ ഓരോന്നും ചെയ്തില്ലേ പ്ലെയിനായിട്ട്. പിന്നെ അശ്വിൻ ആകെ ചെയ്തത് അശ്വിൻ കയ്യിൽ ഈ വണ്ടിക്ക് കിട്ടിയത് വെറും ഒരു എത്രയാണ് 13 ലക്ഷം ആണ്. എന്തൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എനിക്ക് റേറ്റ്. അശ്വിൻ പുതിയ ബസ്സാണ് അതാണ് ഞാൻ പറയുന്നത്. അതാണ് നല്ല വർക്കോടെ. ഈ ഇടിയെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ട്രിപ്പ് പോയിനി ഈ ബസ്. അപ്പോൾ ഒരു വയനാട്ടിലേക്കാണ്. അപ്പം ഒരു കല്ലിന് കൊണ്ട് ഇടിച്ച ഒരു പാർക്കിംഗ് സ്ഥലത്ത് കല്ലിന് കൊണ്ട് ഇടിച്ചാണ്. അപ്പം നമ്മളെ ബസ്സിന് ബാക്ക് എടുത്ത് നേരതാ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ രാജേട്ടൻ്റെ അങ്ങോട്ട് കൊണ്ടിട്ടേക്കാം. ഒരു വളക്കട്ടെ രാജുവേട്ടൻ്റെ സ്ഥലം അപ്പുറത്തേക്കാണ്. ഇത് പിന്നെ നമ്മൾ ബസ്സിൻ്റെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ചയാവും എന്തായാലും. അപ്പം നമ്മൾ അടുത്ത സാറ്റർഡേ അന്നേക്കും വീഡിയോ ഒക്കെ. സ്ഥലം കഴിഞ്ഞു രാജുവേട്ടന്. ഈ മാപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടെ. സ്ഥലം കഴിഞ്ഞ് തിരി പൊട്ടി നമുക്ക് ഇവിടെ കാണുന്നു ഒരു വഴി ആയിക്കൂടിയാണ് ശരിക്കും നമ്മൾ പോകേണ്ടത്. അപ്പം എൻ്റെ സൗണ്ട് നല്ല ക്ലിയർ ഉണ്ട് അതിനൊരു പുതിയൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത്. ഇതൊക്കെ അവിടെയാണ് രാജേട്ടൻ. നമ്മളിപ്പോൾ നേരെ പോയിന് എത്ര കിലോമീറ്റർ പോകേണ്ടി വരുന്നത്. പിന്നെ ഇതാണ് നമ്മളെ രാജേട്ടൻ. ഇതൊക്കെ രാജേട്ടൻ്റെ ഇതിലേക്ക് പെയിൻ്റ് അടിക്കാൻ വന്ന ബസ്സുകളാണ്. ബസ് ഇവിടെ നമ്മൾ ബസ് തീർത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏത് ബസ്സിന് അടുത്ത കൊണ്ടുവരുന്നോ അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ